ഹായ്, ഇന്ന് നമ്മൾ മൈറ്റോസിസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. മൈറ്റോസിസിൻ്റെ ഒരു ഇൻട്രൊഡക്റ്റീവ് പോർഷനാണ് ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൈറ്റോസിസിനകത്ത് മെയിനായിട്ട് രണ്ട് ഇവൻറ്റുകളാണുള്ളത്, കാരിയോകൈനസിസും സൈറ്റോകൈനസിസും. ആ പേരിൽ തന്നെയുണ്ട്. കാരിയോകൈനസിസ് എന്ന് വെച്ചാൽ ന്യൂക്ലിയസിൻ്റെ ഡിവിഷനും സൈറ്റോകൈനസിസ് എന്ന് വെച്ചാൽ സൈറ്റോപ്ലാസ്റ്റിൻ്റെ ഡിവിഷനെയുമാണ് സൂചിപ്പിക്കുന്നത്. കാരിയോകൈനസിസ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് രണ്ട് ഡോട്ടർ ന്യൂക്ലിയൈ ആകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കാരിയോകൈനസിസ് എന്ന് പറയുന്നത്. കാരിയോകൈനസിസിനകത്ത് 4 ഫേസസ് ആണുള്ളത്. കാരിയോകൈനസിസ് എന്ന സ്റ്റേജിൽ 4 ഫേസസ് ഉണ്ട്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അങ്ങനെ 4 സ്റ്റേജസ് ആണ് കാരിയോകൈനസിസിനകത്തുള്ളത്. മൈറ്റോസിസിൻ്റെ മേജറായിട്ടുള്ള സെല്ലുലാർ ഇവൻറ്റുകൾ ഓരോന്നും നമുക്കൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനായി നോക്കാം. ഫസ്റ്റ് സ്റ്റേജാണ് ഇൻ്റർഫേസ്. മൈറ്റോസിസിലോട്ട് കടക്കുന്നതിന് മുമ്പുള്ള ഒരു റെസ്റ്റിംഗ് ഫേസിനെയാണ് നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ATP, RNA, പ്രോട്ടീൻസ് ഇതെല്ലാം സിന്തസൈസ് ചെയ്യുന്നത് ഈ ഇൻ്റർഫേസിലാണ്. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് DNA, ക്രോമാറ്റിഡ്സ്, സെൽ ഓർഗനൽസ് ഇതെല്ലാം സംഭവിക്കുന്നതും ഈ ഇൻ്റർഫേസിൽ വെച്ച് തന്നെയാണ്. DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, ക്രോമാറ്റിഡ്സ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. എല്ലാവിധ സെൽ ഓർഗനൽസും മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്സ്, സെൻട്രിയോൾസ് അതുപോലുള്ള സെൽ ഓർഗനൽസ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതും ഈ ഇൻ്റർഫേസിലാണ്. അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോംസ്, ഗോൾജി ബോഡീസ്, ലൈസോസോംസ് ഒക്കെ ഫോം ചെയ്യുന്നതും ഈ ഇൻ്റർഫേസിൽ വെച്ച് തന്നെയാണ്. നെക്സ്റ്റ് സ്റ്റേജാണ് പ്രോഫേസ്. പ്രോഫേസിനകത്താണ് നമ്മുടെ ക്രോമാറ്റിൻ ഫിലമെൻറ്റ്സ് കണ്ടൻസ് ചെയ്യാനായി തുടങ്ങുന്നത് പ്രോഫേസിൽ വെച്ചാണ്. അതുപോലെ മൈറ്റോട്ടിക് അപ്പാരറ്റസ് ഫോം ചെയ്യുന്നതും ക്രോമസോംസ് സെൻട്രിഫ്യൂഗൽ മൂവ്മെൻറ്റ് നടക്കുന്നത്, അതായത് പോളാർ റീജിയനിലോട്ടുള്ള മൂവ്മെൻറ്റ് റെഡി ആവുന്നതും, അതുപോലെ ലോങ്റ്റിറ്റ്യൂണൽ സ്പ്ലിറ്റിംഗ് ഓഫ് ഈച്ച് ക്രോമസോം, ഓരോ ക്രോമസോമിൻ്റെയും ലോങ്റ്റിറ്റ്യൂണൽ ആയിട്ടുള്ള സ്പ്ലിറ്റിംഗ് സംഭവിക്കുന്നതും ഈ പ്രോഫേസിലാണ്. പ്രോഫേസ് കഴിഞ്ഞിട്ട് കാണുന്നൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജാണ് പ്രോമെറ്റാഫേസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയർ എൻവലപ്പ് ഡിസോൾവ് ചെയ്തു പോവുകയും ന്യൂക്ലിയോളസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയും ഡിസപ്പിയർ ചെയ്യുകയും ചെയ്യുന്ന സ്റ്റേജിനെയാണ് നമ്മൾ പ്രോമെറ്റാഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജാണ് മെറ്റാഫേസ്. മെറ്റാഫേസിലാണ് മെറ്റാകൈനസിസ് അല്ലെങ്കിൽ കൺഗ്രഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുന്നത്. ക്രോമസോംസ് എല്ലാം സെൻട്രിപീറ്റലായിട്ട് മൂവ് ചെയ്യുന്നത് ഈ മെറ്റാഫേസിലാണ്. ക്രോമസോംസ് എല്ലാം ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ അല്ലെങ്കിൽ ഏറ്റവും നടുക്കായിട്ട് മിഡിൽ റീജിയനിൽ വന്ന് അറേഞ്ച് ചെയ്യുന്നത് മെറ്റാഫേസിൻ്റെ സമയത്താണ്. സ്പിൻഡിൽ അറ്റാച്ച്മെൻറ്റ് നടക്കുന്നത്, ക്രോമസോംസിലോട്ട് സ്പിൻഡിൽ അറ്റാച്ച്മെൻറ്റ് നടക്കുന്നതും ഇക്വിറ്റോറിയൽ പ്ലേറ്റ് അല്ലെങ്കിൽ ഈ മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നതും ഈ മെറ്റാഫേസിലാണ്. നെക്സ്റ്റ് സ്റ്റേജാണ് അനാഫേസ്. അനാഫേസിലാണ് സിസ്റ്റർ സെൻട്രോമിയേഴ്സ് സെപ്പറേറ്റ് ചെയ്യുകയും അവർ സെഗ്രിഗേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റീജിയൻസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോൾസിനകത്തേക്ക് ഡോട്ടർ ക്രോമസോംസ് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഈ അനാഫേസിലാണ്. നെക്സ്റ്റ് സ്റ്റേജാണ് ടീലോഫേസ്. ടീലോഫേസിലാണ് തിരിച്ചത് ഡീകണ്ടൻസ് ചെയ്യുക. ക്രോമസോംസ് കണ്ടൻസ് ചെയ്ത് ക്രോമാറ്റിഡ്സ് ആയിട്ടുള്ള ഹൈലി തിക്കൻഡ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ നിന്ന് തിരിച്ച് ഡീകണ്ടൻസ് ചെയ്യുന്നത് ടീലോഫേസിലാണ്. അതുപോലെ മൈറ്റോട്ടിക് സ്പിൻഡിലിൻ്റെ ഡിസസംബ്ലി നടക്കുന്നത്, ന്യൂക്ലിയർ എൻവലപ്പ് റീകൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റീഅപ്പിയർ ചെയ്യുന്നത്, ന്യൂക്ലിയോളസ് റീഅപ്പിയർ ചെയ്യുന്നത്, ന്യൂക്ലിയർ റിപ്ലിക്കേഷൻ, സൈറ്റോപ്ലാസ്മിക് ക്ലീവേജ് ഇതെല്ലാം സംഭവിക്കുന്നത് ടീലോഫേസ് സ്റ്റേജിലുമാണ്. ഇത് നോക്കിയ ആദ്യത്തെ സ്റ്റേജ് ഇൻ്റർഫേസ്. ഇൻ്റർഫേസിലാണ് നമ്മുടെ സെൽ ഓർഗനൽസ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്, DNA സിന്തസൈസ് ചെയ്യുന്നത്, ഇതെല്ലാം ഈ ഇൻ്റർഫേസിലാണ്. നെക്സ്റ്റ് സ്റ്റേജാണ് പ്രോഫേസ്. പ്രോഫേസിനകത്ത് നമ്മുടെ ന്യൂക്ലിയർ മെംബ്രെയിനും അല്ലെങ്കിൽ ന്യൂക്ലിയോളസും ഒക്കെ ഡിസപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങും. മെയിനായിട്ട് നമ്മുടെ ക്രോമസോംസ് കണ്ടൻസ് ചെയ്യുന്നത് ഈ പ്രോഫേസ് സ്റ്റേജിനകത്താണ്. ക്രോമസോംസ് കണ്ടൻസ് ചെയ്ത് നമുക്ക് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആയിട്ട് ഈ പ്രോഫേസ് സ്റ്റേജിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ മൈറ്റോട്ടിക് സ്പിൻഡിൽ ഫോം ചെയ്യാനായിട്ട് തുടങ്ങുന്നതും പ്രോഫേസിലാണ്. പ്രോമെറ്റാഫേസ് അല്ലെങ്കിൽ മെറ്റാഫേസിനും പ്രോഫേസിനും ഇടയ്ക്കുള്ള ആ സ്റ്റേജിലാണ് ആക്ച്വലി ന്യൂക്ലിയോളസും ന്യൂക്ലിയർ മെംബ്രെയിനും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് ആയിരുന്നു മെറ്റാഫേസ്. മെറ്റാഫേസിൽ നമ്മുടെ ക്രോമസോംസ് എല്ലാം നടുക്ക് സെൻട്രൽ റീജിയനിൽ ഇക്വിറ്റോറിയൽ പ്ലേറ്റ് അല്ലെങ്കിൽ മെറ്റാഫേസ് പ്ലേറ്റിൽ വന്ന് അറേഞ്ച് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റേജാണ് അനാഫേസ്. അനാഫേസിൽ ഡോട്ടർ ക്രോമസോംസ് 2 പോൾസിലോട്ട് 2 വശത്തേക്കുമായിട്ട് സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്ത് 2 ക്രോമാറ്റിഡ്സും ഡോട്ടർ ക്രോമസോംസ് 2 വശത്തേക്ക് മൂവ് ചെയ്യുന്നത് അനാഫേസ് സ്റ്റേജിലാണ്. ലാസ്റ്റ് സ്റ്റേജാണ് ടീലോഫേസും സൈറ്റോകൈനസിസും.
അവിടെ നമ്മുടെ ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോളസും ഒക്കെ തിരിച്ച് റീഅപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങും. അതുപോലെ ഡീകണ്ടൻസേഷൻ, ക്രോമസോംസ് കണ്ടൻസ് ചെയ്തത് തിരിച്ച് ഡീകണ്ടൻസ് ചെയ്ത് സ്പൈറലായിട്ട് മാറാനായിട്ട് തുടങ്ങും. അതുപോലെ സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ നടക്കുന്നത് ഈ സൈറ്റോകൈനസിസ് എന്ന് പറയുന്ന സ്റ്റേജിലാണ്. ഇത്രയുമാണ് മൈറ്റോസിസിൻ്റെ ഒരു ഷോർട്ടായിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാവുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് എന്ന് പറയുന്നത്. താങ്ക് യു.